ഗംഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ശാലിനി വിഷ്ണുവിനോട് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ. അങ്ങനെ സത്യഭാമയും വിഷ്ണുവും കൂടെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ശ്യാമയും പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്, നമ്മുടെ രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സത്യഭാമയും വിഷ്ണുവും പോയി പരാതി കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നു. ഗുണ്ടകൾ വന്ന് പൈസ കൊണ്ടുപോയത്, ഉപദ്രവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ അവരിത് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ സത്യഭാമയും വിഷ്ണുവും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശ്യാമയെ കാണുന്നത്. അപ്പോൾ ശ്യാമയോട് ചോദിക്കുന്നു, നീ എന്തെവിടെ? അപ്പോൾ പറയുന്നു, ഇങ്ങനെ രോഹിത്തിനെ കാണാൻ വന്നതാണ്, രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നതാണെന്ന് പറയുന്നു. അപ്പം വിഷ്ണു പറയുന്നുണ്ട്, എത്ര പൈസയാണെന്ന് നിനക്കറിയോ, ഇത് വലിയ കേസാണെന്നുള്ള രീതിയിലൊക്കെ പറയാം. അപ്പോൾ സത്യഭാമ പറയും, എന്തായാലും ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറയും. അങ്ങനെ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ശ്യാമയും പുറകെ പോകുന്നുണ്ട്. അങ്ങനെ സത്യഭാമ ചെന്ന് രോഹിത്തിനെ കണ്ട് ശാപവാക്കുകൾ പൊഴിക്കുകയാണ്, നീ ഒരു കാലത്ത് നന്നാകത്തിന്, നീ അനുഭവിച്ചേ പോകത്തുള്ളെന്ന്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് ശ്യാമ പറയുന്നത്, എന്ത് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ നിങ്ങളെ പുറത്തിറക്കുക, പക്ഷേ ഇനിയെങ്കിലും നിങ്ങൾ നന്നായി ജീവിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ശ്യാമ പറയുകയാണ്. അപ്പം രോഹിത്തിന് പശ്ചാത്താപമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞ്, ജാമ്യത്തിൽ ഇറക്കാനുള്ള നീക്കങ്ങളൊക്കെ ചെയ്തോളൂ, ഞാൻ അതിനുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയുകയാണ് ശ്യാമയോട്. ഓക്കെ എന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ സുബൈറക്കയുടെ വീട്ടിലും മറ്റേ നൂറിനെ കെട്ടാൻ പോകുന്ന പയ്യൻ വരുന്ന സമയത്ത് സുബൈറയ്ക്ക് ചോദിക്കും, നീയല്ലേ അവരുടെ പൈസയൊക്കെ എടുത്തത്, ആ പൈസ തിരിച്ചു തരാൻ പറയും. അപ്പോൾ അവൻ പറയും, ഞാനോ? അങ്ങനെ അവൻ ഭയങ്കരമായിട്ട് പ്രതികരിക്കുകയാണ്. അങ്ങനെ പ്രതികരിച്ച് ലാസ്റ്റ് സുബൈറിനെ തള്ളി താഴെയിടും. അങ്ങനെ തള്ളി താഴെയിടുന്ന സമയത്ത് ഭിത്തിയിലിടിച്ച് താഴെ വീഴുകയാണ്. അങ്ങനെ ചോര വാർന്നൊലിക്കുകയാണ്. അപ്പോൾ നൂറിനോട് പറയും, ആരെങ്കിലും ചോദിച്ചാൽ ബാത്റൂമിൽ നിന്ന് വീണേന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. എന്നിട്ട് അങ്ങനെ അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. നൂറാണെങ്കിൽ കരഞ്ഞ് നിലവിളിച്ച് ബാപ്പ ബാപ്പ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അനക്കൊന്നുമില്ല. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ സുബൈർക്കേനെ എങ്ങനെയും ആശുപത്രി കൊണ്ടുപോകും. അങ്ങനെ പിള്ള ഓടി വന്ന് സത്യഭാമയോടും വിഷ്ണുവിനോടും ഒക്കെ പറയും, ഇങ്ങനെ സുബൈർക്ക് തലയിടിച്ച് വീണു ബാത്റൂമിൽ നിന്ന്, മോളവിടെ ഭയങ്കര കരച്ചിലാണ്, എങ്ങനെയും ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറയും. അങ്ങനെ സുബൈർക്കേനെയും എടുത്തുകൊണ്ട് ആശുപത്രി പോവുകയാണ് എല്ലാവരും. അങ്ങനെ ആശുപത്രിയിൽ എത്തുമ്പോൾ അവർ പറയും, തലക്കേറ്റ ക്ഷതമാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇത് കണ്ട് നമ്മുടെ നൂറ് ഭയങ്കര കരച്ചിലാണ്. പെട്ടെന്ന് അനൂപും എല്ലാവരും അവിടെ എത്തുന്നു, ശ്യാമയൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ നൂറാണെങ്കിൽ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് വിഷ്ണു നമ്മുടെ ശ്യാമയോട് പറയുന്നുണ്ട്, ഇത് തലയിടിച്ച് വീണതൊന്നും, ഇത് ബാത്റൂമിൽ വീണതൊന്നുമല്ല, ആരോ ശക്തമായിട്ട് ഇടിച്ചതാണെന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പം നൂറിനത് പറയാനും പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അനൂപ് അവളെ ആശ്വസിപ്പിക്കുക, ഇത്ര ധൈര്യശാലിയല്ലേ, എന്നിട്ട് നീ എന്താ ഇങ്ങനെ എന്നുള്ള രീതി പറയുകയാണ്. അങ്ങനെ വിഷ്ണു വീണ്ടും ചോദിക്കുമ്പോൾ നമ്മുടെ നൂറ് ഇതെല്ലാം പറയുന്നുണ്ട്, അവളുടെ എല്ലാ കാര്യങ്ങളും അറിയിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നീട് നമ്മുടെ രോഹിത് ജാമ്യത്തിലൊക്കെ ഇറങ്ങി വരുന്ന സീനൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ